അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നതിനിടെ സേവ് അമേരിക്ക ആക്ട് പാസാക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വലിയ ചർച്ചയായി മാറുകയാണ്. എന്നാൽ ഈ നീക്കം ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് പരിഷ്കരണ ശ്രമമല്ല. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ഭയം പുറത്തു കൊണ്ടുവരുന്ന സൂചനയായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സംവിധാനം കാപട്യം നിറഞ്ഞതാണ് എന്ന് ആവർത്തിച്ച പ്രസ്താവനകൾ ശക്തമായ ആത്മവിശ്വാസത്തിന്റെ അടയാളമല്ല, മറിച്ച് തോൽവിയുടെ ഭയം മുൻകൂട്ടി സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമല്ല എന്നും അത് യുഎസിനെ ലോകത്തിനു മുന്നിൽ പരിഹാസ പാത്രമാക്കുന്നുവെന്നും ആരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കപടവും മോഷ്ടിക്കപ്പെട്ടതും പരിഹാസ്യവുമായ അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ മാറ്റം കൊണ്ടുവരാൻ റിപ്പബ്ലിക്കന്മാരോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ട്രംപ്. ഇതിനായി വോട്ടർമാർക്ക് തിരിച്ചറിയൽ രേഖയും പൗരത്വ തെളിവുകളും നിർബന്ധമാകുന്ന സേവ് അമേരിക്ക ആക്ട് നടപ്പാക്കണമെന്ന ശക്തമായ ഭാഷയിൽ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനായുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഡെമോക്രാറ്റുകളുടെ എതിർപ്പിനെ തുടർന്ന് നിലവിൽ സെനറ്റിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ നിയമം പാസാക്കുന്നതിനായി ആവശ്യമെങ്കിൽ സെനറ്റിലെ ഫിലിബസ്റ്റർ രീതി നടപ്പിലാക്കാമെന്നും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഈ മാറ്റങ്ങൾ അനിവാര്യമാണോ എന്നുമാണ് ട്രംപിന്റെ വാദം. കർശനമായ വോട്ടർ ഐഡന്റിഫിക്കേഷൻ നിയമങ്ങൾ, കൃത്യമായ പൗരത്വ തെളിവുകൾ, മെയിൽ ഇൻ ബാലറ്റുകൾക്ക് നിയന്ത്രണം എന്നിവ ആവശ്യപ്പെടുന്നതാണ് സേവ് അമേരിക്ക ആക്ട്. ഓരോ സംസ്ഥാനത്തും വോട്ട് ചെയ്യാൻ അർഹതയുള്ള പൗരന്മാരുടെ പട്ടിക തയ്യാറാക്കാനും പരിശോധിച്ചുറപ്പിച്ച വോട്ടർമാർക്ക് മാത്രം മെയിൽ ബാലറ്റുകൾ അയക്കാൻ യുഎസ് പോസ്റ്റൽ സർവീസിന് നിർദ്ദേശം നൽകാനുമുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ മാർച്ച് 31-ന് പ്രസിഡന്റ് ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈ ഉത്തരവ് നിയമപരമായി പഴുതുകളില്ലാത്തതാണെന്ന് താൻ വിശ്വസിക്കുന്നതായാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പ്രസ്താവിച്ചു. വോട്ടവകാശ പ്രവർത്തനങ്ങളുടെ വക്താക്കളും ഡെമോക്രാറ്റിക് സംസ്ഥാന ഉദ്യോഗസ്ഥരും ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് തടയാൻ ഒരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. ഏതാണ്ട് ഒരു വർഷം മുൻപ് ഒപ്പിട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉത്തരവ് ഫെഡറൽ ജഡ്ജിമാർ തടഞ്ഞിരുന്നു. വോട്ടിംഗ് നയം നിശ്ചയിക്കാൻ പ്രസിഡന്റിന് ഭരണഘടനാപരമായ അധികാരമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. മെയിൽ ബാലറ്റുകളുമായി ബന്ധപ്പെട്ട് വൻതോതിൽ നിയമവിരുദ്ധ വോട്ടിംഗും വഞ്ചനയും പൗരന്മാരല്ലാത്തവരുടെ വോട്ടിംഗിനെയും സംബന്ധിച്ച് ട്രംപ് കാലങ്ങളായി സംസാരിക്കുന്നുണ്ട്. പുതിയ വോട്ടർ തിരിച്ചറിയൽ രേഖകളും രേഖാമൂലമുള്ള തെളിവുകളും നിർബന്ധമാക്കുന്ന വലിയ തിരഞ്ഞെടുപ്പ് പരിഷ്കാരമായ സേവ് അമേരിക്ക ആക്ട് പാസാക്കാൻ കോൺഗ്രസിലെ റിപ്പബ്ലിക്കന്മാരുടെ മേൽ ട്രംപ് സമ്മർദ്ദം തുടരുകയാണ്. ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് കാരണം ഈ ബിൽ നിലവിൽ സെനറ്റിൽ തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. ഇവിടെ പ്രധാനമായ ചോദ്യം എന്തുകൊണ്ട് ട്രംപ് ഇത്ര അടിയന്തരമായി ഈ നിയമം പാസാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനുത്തരം അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. പുതിയ സർവേകൾ കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ചുള്ള ട്രംപിന്റെ ആരോപണങ്ങൾ റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും ആകെ അമേരിക്കൻ സമൂഹത്തിൽ അതിനുള്ള വിശ്വാസം വിഭജിതമാണ് എന്നാണ്. ഇതോടെ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അനിശ്ചിതത്വം ഉയരുമ്പോൾ മുൻകൂട്ടി സംശയം സൃഷ്ടിക്കുക എന്ന തന്ത്രം ട്രംപ് ഉപയോഗിക്കുന്നുവെന്നാണ് വിശകലനങ്ങൾ പറയുന്നത്. അതോടൊപ്പം തിരഞ്ഞെടുപ്പ് നിയന്ത്രണം ഫെഡറൽ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ശക്തമാക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ ഡേറ്റയും തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും പരിശോധിക്കാൻ ട്രംപ് ഭരണകൂടം ഇടപെടുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സാധാരണ ഭരണ നടപടിയല്ല, തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ രാഷ്ട്രീയമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണെന്ന വിമർശനമാണ് ഉയരുന്നത്. രാഷ്ട്രീയ യാഥാർത്ഥ്യം മറ്റൊന്നും സൂചിപ്പിക്കുന്നു. 2026 മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കം ലഭിക്കാമെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. കൂടാതെ ട്രംപിന്റെ റീഡിസ്ട്രിക്റ്റിംഗ് പോലുള്ള തന്ത്രങ്ങൾ പ്രതീക്ഷിച്ചത്ര ഫലം കണ്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ബലഹീനമാകുന്ന സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സേവ് ആക്ട് പോലുള്ള വിവാദ നിയമങ്ങളിൽ സാമൂഹിക വിഷയങ്ങളും ചേർക്കുന്നത് ട്രംപിന്റെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ പോലുള്ള വിഷയങ്ങൾ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്വന്തം വോട്ടർ ബേസ് ഉറപ്പിക്കാൻ ശ്രമമാണ് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇത് മധ്യ വോട്ടർമാരെ അകറ്റാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: ആത്മവിശ്വാസത്തോടെ ജയിക്കാൻ പോകുന്ന നേതാവിന്റെ നിലപാട് ഇതല്ല, മറിച്ച് തോൽവിയുടെ സാധ്യത മുൻകൂട്ടി കണ്ട് തിരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ഫലങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ തയ്യാറെടുപ്പാണ് ട്രംപ് നടത്തുന്നത്. അമേരിക്കയിലെ വളരുന്ന ട്രംപ് വിരുദ്ധതയും വിഭജിത രാഷ്ട്രീയ സാഹചര്യവും ചേർന്നപ്പോൾ ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തിയേക്കാൾ ഭയത്തെ കൂടുതൽ വെളിപ്പെടുത്തുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.